ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഗൗതം സൂര്യ ഡയറക്റ്റ് ചെയ്ത് നിഖിൽ പ്രസാദ് പ്രൊഡ്യൂസ് ചെയ്ത പൊരുൾ എന്ന ഒരു വെബ് സീരീസിൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സീരീസ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ശരിക്കും അത്ര ഹൃദയസ്പർശിയായിട്ട് ഇങ്ങനെ ഇരുന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് കണ്ടു തീർത്ത ഒരു സീരീസാണ് പൊരുൾ. ഇതിനു മുമ്പ് ഗൗതം സൂര്യയുടെ പ്രിയപ്പെട്ടവൻ പീയൂഷ് എന്നൊരു സീരീസ് കരിക്കിലൂടെ വന്നിരുന്നു. അന്നും ഞാനത് മുഴുവൻ കണ്ടിരുന്നു. എന്തോ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സീരീസാണ് അതും. അതിനെക്കാട്ടി ഒരുപക്ഷെ അതൊരു ചെറിയൊരു സീരീസ് ആയിട്ട് അങ്ങ് പോയി. പക്ഷെ ഇതൊരു സീരീസ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഈ 5 എപ്പിസോഡാണുള്ളത്. ഈ 5 എപ്പിസോഡ് ഒരുമിച്ചിട്ടാൽ ഒരു സിനിമ ആകാംക്ഷയോടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീരീസാണ് പൊരുൾ. ഇനിയും ഒരുപക്ഷെ ഈ സീരീസ് കണ്ടിട്ടില്ലാത്തവരുണ്ടാവാം. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. ഇത് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായങ്ങൾ, അതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, ഈ സീരീസ് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു സെന്റൻസ് കൊണ്ടാണ്: ദുഃഖങ്ങൾ പല ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ആദ്യം അംഗീകരിക്കാൻ തയ്യാറാവില്ല, പിന്നീട് എന്തിനോടൊന്നില്ലാത്ത ദേഷ്യമാവും, പിന്നീട് വിഷാദമാവും, അവസാനം അംഗീകരിക്കും. എല്ലാവരും എല്ലാ ഘട്ടങ്ങളും കഴിയണമെന്നില്ല. വിഷാദം, ഡിപ്രഷൻ ശരിക്കും ഇന്ന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണല്ലേ അത്. നമ്മൾ ഒരുപാട് ഡെയിലി കേൾക്കുന്ന ഒരു വേർഡാണ്. ശരിക്കും നമ്മളുടെ ചുറ്റും തന്നെ നമ്മൾ ആരുടെ ജീവിതം എടുത്താലും, നമ്മളുടെ സുഹൃത്തുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാവും ഡിപ്രസ്ഡ് ആയ, അല്ലെങ്കിൽ വിഷാദത്തിൽ വീണുപോയ, വിഷാദം കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ, എന്നിട്ടും അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു സുഹൃത്തെങ്കിലും നമുക്കുണ്ടാവുമല്ലേ. ശരിക്കും വിഷാദത്തിൽ വീണുപോയവർക്കും വിഷാദത്തിൽ നിന്ന് കരകയറാൻ പോകുന്നവർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്കൊരു മാറ്റം ഇതിന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ പറയുന്ന ഒരു മനുഷ്യന് വരുന്ന മാറ്റങ്ങൾ, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൻ ഡിപ്രഷനിലേക്ക് പോവുകയും അതിൽ നിന്നുണ്ടാകുന്ന മാനസികാവസ്ഥ ഒരാളെ എങ്ങനെ മാറ്റുന്നു എന്നൊക്കെ ഈ സീരീസിൽ വ്യക്തമായി പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞങ്ങ് പോകാം. നമുക്ക് ഈ സീരീസിലേക്ക് തന്നെ വരാം. ഈ സീരീസിൻ്റെ കാസ്റ്റിനെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞ് തുടങ്ങാം. ശരിക്കും ഈ സീരീസിലെ പ്രധാന കഥാപാത്രമായ രവി എന്ന പോലീസുകാരൻ്റെ റോള് ചെയ്തിരിക്കുന്നത് അനൂകെ അനിയനാണ്. അനൂകെ അനിയൻ അതിനെ വളരെ മനോഹരമായി എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും. അത്രയും കിടിലമായിട്ട് ശരിക്കും ജീവിച്ച് കാണിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു കഥാപാത്രത്തെ. അനൂകെ അനിയൻ്റെ ഏറ്റവും ബെസ്റ്റ് റോളായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. പിന്നീടുള്ള കഥാപാത്രം നമ്മുടെ വട്ടുമേരിയാണ്. വട്ടുമേരി എന്ന കഥാപാത്രം, അല്ലെങ്കിൽ മേരി വക്കീൽ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് മാലാപാർവതിയാണ്. ശരിക്കും മാലാപാർവതിയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവരതിനെ ഭയങ്കര കിടിലമാക്കി. ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. അതിൽ അവർക്ക് വലിയ ഡയലോഗൊന്നുമില്ല, 1-2 വാക്കുകളേ ഉള്ളൂ. പക്ഷെ ആ നോട്ടവും ആ വാക്കുകളുടെ ആ ഡയലോഗ് പറയുന്ന രീതിയും വെച്ചിട്ട് ശരിക്കും ഈ പറയുന്ന ഈ ആദ്യം ഞാൻ പറഞ്ഞ പേരുണ്ടല്ലോ, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ ഒരു പേര്, കഥാപാത്രം എന്താണോ ആ രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാലാപാർവതി. പിന്നുള്ള കഥാപാത്രം മാലാപാർവതിയുടെ മൂത്ത മകളുടെ കഥാപാത്രമാണ്. അത് ചെയ്തിരിക്കുന്ന ആൻസലീമാണ്. അതും ഇതേ കൂട്ട് ആ കഥാപാത്രം എങ്ങനെ ആവണമോ ആ കൃത്യം കാസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജെയിംസ് ഏലിയ ചെയ്തിരിക്കുന്ന കഥാപാത്രം, ജേക്കബിന്റെ കഥാപാത്രമായാലും, ഈവൻ ഉണ്ണി മാത്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ, സിവിൽ പോലീസ് ഓഫീസറിന്റെ റോളുണ്ട്. അതും എല്ലാം മനോഹരം. ഇതിനകത്ത് ഓരോ കാസ്റ്റിങ്ങും അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന മാളവിക VN ആണ്. അത് നമ്മുടെ ഡയറക്ടറിൻ്റെ പാർട്ട്ണർ തന്നെയാണ്. അത് ശരിക്കും അവരൊരു സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഇത്രയും മനോഹരമായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സീരീസ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ കഥ, അതായത് ഇതിൻ്റെ സ്റ്റോറി ത്രെഡ് ഒന്ന് കേൾക്കാം. ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ കോണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് വ്യത്യസ്തമായ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് എൻ്റെ ശൈലിയിൽ, എൻ്റെതായ രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. തെറ്റുകൾ ക്ഷമിക്കുക. ഈ കഥ ശരിക്കും പറഞ്ഞാൽ 3 വയസ്സുള്ള മേരി വക്കീലിൻ്റെയും ജേക്കബിൻ്റെയും മകനെ കാണാതാകുന്നതും ഈ 10-27 വർഷം
ഈ മകനെ അന്വേഷിച്ച് നടക്കുകയും ഈ മകനെ നഷ്ടപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിൻ്റെ മാനസിക നില അല്ലെങ്കിൽ മാലാപാർവതിയുടെ റോളായ മേരി വക്കീലിൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ ആ ഒരു ഡിപ്രഷനിലേക്ക് വീണു പോവുകയും അതിനുശേഷം അവർക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ആണ് ഈ കഥ പറയുന്നത്. ഇത് മാത്രമല്ല പറയുന്നത്, ശരിക്കും മേരി വക്കീലിന് മൂത്ത മകളുണ്ട്. മൂത്ത മകളുടെ ജീവിതം ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്നതും അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇതിൻ്റെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ആണ് മെയിനായിട്ട് ഈ കഥ അവതരിപ്പിക്കുന്നത്. മേരി വക്കീലിന് സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം മകനെ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ ഇവർ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം പലരുടെയും പുറകെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ശരിക്കും നിങ്ങൾക്ക് സീരീസ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു 7-8 മാസത്തോളം ഇവർ യാത്രകളിലാണ്, ട്രെയിനിലും മറ്റുമായിട്ട് ഉള്ള യാത്രകളിലാണ്. അപ്പം ജേക്കബ് എന്ന കഥാപാത്രം മേരി വക്കീലിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ 7 മാസം ട്രെയിനിൽ യാത്രക്കിടയിൽ പോലും ക്ഷീണം, ഇത് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മകനെ കാണുന്നില്ല, 3 വയസ്സുള്ള മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി എത്തിയാൽ നമുക്ക് ഉറക്കം നിന്നൊരു പരിധി എത്തിയാൽ നമ്മൾ ഉറങ്ങി വീണു പോകും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും മേരി വക്കീൽ ഉറങ്ങാതിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 7 മാസത്തിന് ശേഷം 8-ാമത്തെ മാസം തിരിച്ചെത്തുമ്പോൾ മേരി വക്കീൽ വിഷാദത്തിലേക്ക് വീഴുകയും ഡിപ്രഷൻ്റെ വേറൊരു ലെവലിലേക്ക് പോവുകയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഇതിന് പുറകെ അന്വേഷിച്ച് 10-27 വർഷം നടക്കുക, ഈ കേസ് അന്വേഷിച്ച ആൾക്കെതിരെ തിരികുകയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ആ കേസ് അന്വേഷിച്ചത് നമ്മളുടെ രവിയുടെ അച്ഛനാണ്. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അവസാനം ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഇതിൻ്റെ ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ ഈ മേരി വക്കീലിന് ഈ ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നത്തിലോട്ട് പോയെങ്കിലും കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന മക്കൾക്ക് വേണ്ടി മേരി വക്കീൽ പ്രവർത്തിക്കാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതേ കൂട്ടാണ് ഡിപ്രഷൻ്റെ ഒരു കാര്യവും. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത് പറയുന്നു നിങ്ങൾക്ക് വിഷമമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, നിങ്ങളോട് വളരെ അടുത്ത് ഇടപെട്ട, നിങ്ങളോട് അത്രയും ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും സുഹൃത്ത് പെട്ടെന്ന് സങ്കടത്തിലാവുകയും അവൻ നിങ്ങളോട് മിണ്ടാതാവുകയും ചെയ്താൽ അവനെ ശ്രദ്ധിക്കുക. അവൻ്റെ അടുത്ത് കുറച്ചുകൂടി അടുത്ത് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പം ചില ആൾക്കാർക്ക് ഇത് ആരെങ്കിലും എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവരുണ്ട്. അങ്ങനെ കേട്ട് ശരിക്കും എന്നിട്ടും നിങ്ങളുടെ ഡിപ്രഷൻ മാറുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൗൺസിലിംഗ് എടുക്കുക. കൗൺസിലിംഗ് എടുത്തതിന് ശേഷം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ശരി, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ കഥയിലേക്ക് തന്നെ വരാം. ഇതിനകത്ത് ആൻസലീം അവതരിപ്പിക്കുന്ന ആനി എന്ന കഥാപാത്രം വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡി. ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ കാസ്റ്റിംഗ് അത്ര മനോഹരമായിരുന്നെന്നും എനിക്ക് തോന്നി. ശരിക്കും അവരുടെ ജീവിതമാണ് വല്ലാത്തൊരു ട്രാജഡി. കാര്യം അമ്മയും അച്ഛനും മകനെ അന്വേഷിക്കുന്നു. ആ ഒരു സമയത്ത് 6 വയസ്സ് മുതൽ ഈ കുട്ടി ഒറ്റയ്ക്ക് പല ബന്ധു വീടുകളിലാണ് താമസിക്കുന്നത്, പഠിക്കുന്നത്, കാര്യങ്ങളും എല്ലാം. അപ്പം ഈ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് വളരെ മോശമായി പോവുകയാണ്. അപ്പം മേ ബി ആ മോശമായതുകൊണ്ടാണ് ആ കുട്ടി അത്രയും ബോൾഡ് ആവുന്നത്. അതിനെയൊക്കെ കൃത്യമായി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ശരിക്കും നമുക്കത് കാണുമ്പം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ആ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയാണല്ലോ ആ കഥാപാത്രം വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. ഏകദേശം ഒരു സ്റ്റോറി ത്രെഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മിക്കവാറും കുറേ പേരൊക്കെ ഈ സീരീസ് കണ്ടിട്ടുണ്ടാവണം. കാര്യം കരിക്ക് ചെറിയൊരു ചാനലല്ലോ, 9.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അത്രയും വലിയൊരു ചാനലല്ല. എങ്കിലും കാണാത്ത എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണാനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരിക്കിൻ്റെ നിഖിൽ പ്രസാദിനോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അടിപൊളിയായിട്ടുള്ള കുറേ ഇപ്പോൾ സാമർത്ഥ്യശാസ്ത്രം, പ്രിയപ്പെട്ടവൻ പീഷ് എന്നുള്ള സീരീസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ സീരീസ് അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു ഡയലോഗിലാണ്. ജീവിതത്തിൽ 3 തരം ആൾക്കാരുണ്ട്: കരയുന്നവർ, കരയാത്തവർ, കരയാൻ അറിയാത്തവർ. ഈ കരയാത്തവരെ ശരിക്കും അവരുടെ ദേഷ്യം തീർക്കുന്നത് ഈ പോരാട്ടത്തിൽ കൂടാണ് എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗുണ്ട്. ശരിക്കും ഈ കരയാൻ അറിയാത്തവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രശ്നം.
കരഞ്ഞു തീർത്താൽ അതങ്ങ് കഴിഞ്ഞു അല്ലേ. പക്ഷേ കരയാൻ അറിയാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അല്ലേ, ഡിപ്രഷനിലേക്ക് പോവുകയും അവർക്കത് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാവുകയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളെ ശ്രദ്ധിക്കുക. നമ്മളുടെ സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിന്റെ ഒരു ഭാഗം അയാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. ചിലപ്പോൾ അയാളുടെ ജീവിതം അതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് ആ ഒരു മനസ്സ്, ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോട്ട് വരാം. അപ്പോൾ ഒരിക്കലും അതിന് സമ്മതിക്കാതിരിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ആർക്ക് വേണ്ടിയാണെങ്കിലും, സുഹൃത്തുക്കൾക്ക് വേണ്ടി എപ്പോഴും അവരെ മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഈ വീഡിയോ കണ്ടു തീർന്നപ്പം ശരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് റാൻഡമായിട്ട് ഒരു വ്യക്തിയുടെ മുഖം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കൊരു മെസ്സേജ് അയക്കുക. ജസ്റ്റ് ഒരു 2 വേർഡ്, ഓൾ ഗുഡ് ? ഈ ഒരൊറ്റ മെസ്സേജ് അയച്ചു നോക്കുക. ചിലപ്പോൾ ആ ഒരൊറ്റ മെസ്സേജ് മതിയായിരിക്കും അയാളുടെ ജീവിതം മറിയാൻ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോമേ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാര്യം എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാനും ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഞാനത് സ്വീകരിക്കുകയും ഞാനത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ, നമുക്കെല്ലാം തെറ്റുകൾ സംഭവിക്കുമല്ലോ.